അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ സംഘർഷത്തിന് അയവില്ല. ട്രംപ് ഭരണകൂടം 700 മറൈനുകളെയും ഏകദേശം 4000 നാഷണൽ ഗാർഡ് സൈനികരെയും ലോസ് ആഞ്ചലസ് പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സേനാ വിന്യാസം കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് നേതാക്കളെ രോഷാകുലരാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അയവില്ലാതെ തുടരുന്നു സംഘർഷം, അതാണ് സാഹചര്യം അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ഇത് 4ാം ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിന് കാരണമാകുന്നത്. അതായത് അവിടെ വിവിധ ഏരിയകളിൽ ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടി ട്രംപ് ഭരണകൂടം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി അവിടെ പലയിടങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ പ്രചരിച്ചതോടു കൂടിയായിരുന്നു കുടിയേറ്റക്കാർ സംഘടിതമായി എത്തുകയും വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തത്. പലയിടങ്ങളിലും ഈ കുടിയേറ്റക്കാരുമായും ഒപ്പം തന്നെ അവിടുത്തെ സൈന്യവുമായും വലിയ രീതിയിലുള്ള കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് കണ്ണീർ വാതകം ഈ പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും സമാന സാഹചര്യം തന്നെയായിരുന്നു ലോസ് ഏഞ്ചലസിൽ കാണാൻ സാധിക്കുകയും ചെയ്ത. അതിനു പിന്നാലെ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി മറൈനുകളെ വിന്യസിക്കുന്ന ഒരു നടപടി ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. നേരത്തെ ഈ മറൈനുകളെ വിന്യസിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു. കാരണം ഈ മറൈനുകൾ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിനൊക്കെ കൃത്യമായ രീതിയിൽ പലയിടങ്ങളിലും വിന്യസിക്കുന്ന സൈന്യത്തിന്റെ ഒരു വിഭാഗമാണ് മറൈനുകൾ. അവരെ കൂടി ഇറക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ സാധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 700-ലധികം മറൈനുകളെ വിന്യസിച്ചത്. നാഷണൽ ഗാർഡുകളെ ഇതിനു മുമ്പ് 2000-ഓളം നാഷണൽ ഗാർഡുകളെ ആദ്യം വിന്യസിച്ച് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രതിഷേധക്കാരുമായും ഒപ്പം തന്നെ നാഷണൽ ഗാർഡുകളുമായി വലിയ രീതിയിൽ ഉന്തുതള്ളും ഉണ്ടാവുകയും ഒപ്പം തന്നെ വലിയ രീതിയിൽ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 250-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധിക്കുന്നവർ ഈ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് വിധേനയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടി കൂടുതൽ സേനാ വിന്യാസം അവിടെ ഏർപ്പെടുത്തും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും നേരത്തെ ലോസ് ഏഞ്ചലസിന്റെ അഭിമുഖീകരിക്കുന്ന ഗവർണർ കൂടി ഇതിനെതിരെ പരസ്യമായി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് നാഷണൽ ഗാർഡുകളെയും ഒപ്പം തന്നെ മറൈനുകളെയും പിൻവലിക്കണം, ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ഈ അതിക്രമങ്ങൾ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ ഗവർണർ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ഇപ്പോഴും ട്രംപ് ഭരണകൂടം ഒരു അനുകൂല നിലപാടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.